കൂടരഞ്ഞിയിൽ ഒരാളെ കൊലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദിന്റെ സഹോദരൻ പൗലോസ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്നതിനിടെ ഒളിച്ചോടിയ മുഹമ്മദ് അലി തിരികെ വന്നത് 10 വർഷത്തിന് ശേഷമാണ്. മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാമെന്നും സഹോദരൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പോലീസിനെ ആകെ ആശയക്കുഴപ്പത്തിലാക്കിയാണ് മുഹമ്മദ് അലി എന്ന് പറയുന്ന 56-കാരൻ പെട്ടെന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. താൻ 2 കൊലപാതകങ്ങൾ നടത്തി എന്നുള്ളത്. സംഭവത്തിൽ ഇദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്തെങ്കിലും ആരൊക്കെയാണ് മരിച്ചതെന്ന് പോലീസിന് ഇപ്പോഴും വ്യക്തതയില്ല. ഏതായാലും ഈ മുഹമ്മദ് അലി എന്ന് പറയുന്ന വ്യക്തിയുടെ സഹോദരൻ പൗലോസ് നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ മുഹമ്മദ് അലി ഇങ്ങനെ 2 കൊലപാതകങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാണ് പോലീസിന് മുന്നിലെത്തിയത്. ഈ സംഭവത്തിൽ പൗലോസ് ചേട്ടന് എന്തൊക്കെ അറിയാം? എനിക്ക് ഇതേപ്പറ്റി ഇപ്പോഴും നടത്തിയതല്ല കൊലപാതകം. കോഴിക്കോട് നടത്തിയത് അത് എനിക്കറിയത്തില്ല. കാരണം ഇത്ര അകലമില്ല, കോഴിക്കോടും ഇതുമായിട്ട് നമ്മൾ ഇത്ര അകലമില്ലേ, അതുകൊണ്ട് അതൊന്നും എനിക്കറിയത്തില്ല. ഇതവൻ നടത്തിയതല്ല. ഇയാൾ വെളുപ്പിനെ കക്കൂസ് എങ്ങോട്ട് പോയതാണ്. അപ്പം ഇയാൾ വെളുത്തുകാരനല്ല, എവിടുന്ന് പണിക്ക് വന്നതാണ്. അപ്പം അങ്ങനെ തോട്ടിലേക്ക് പോയിരുന്ന വഴിക്ക് ഏറ്റപ്പോൾ തോട്ടിലേക്ക് മറിഞ്ഞു വീണു. ഇയാൾക്ക് എന്തോ ഒരു അസുഖമുള്ളൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ തോട്ടിലേക്ക് മറിഞ്ഞു വീണ് വെള്ളമുണ്ട്, ചെളിയുണ്ട്. അപ്പോൾ ഏക്കാൻ പറ്റിയില്ല. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ ഇയാൾ വെള്ളം ഇത് കയറിയിട്ടാണ് മരിച്ചതെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ മുഹമ്മദ് അലി എന്തായിരിക്കും ഇതിങ്ങനെ ഏറ്റെടുക്കാനും ഞാൻ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിന് മുന്നിൽ പോകാനുള്ള ഒരു കാരണം എന്താണ്? അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. കാരണം ഇവിടെയല്ല താമസം, വേങ്ങരയാണ് താമസം. അതേപ്പറ്റി എനിക്കൊന്നും പറയാൻ. മുഹമ്മദ് അലി അങ്ങനെ ഒരു കൊലപാതകം ചെയ്യില്ല അല്ലേ? ഇല്ല, അങ്ങനെ ചെയ്യില്ല. കാരണം ഞങ്ങളാരും അങ്ങനെ ഒരു ഒറ്റപ്പാടിനോ ബഹളത്തിനോ ഒന്നും നിൽക്കാത്ത ടീമുകളാണ്. ആരും എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഞങ്ങളത് കേട്ട് പോരുള്ളൂ. അല്ലാതെ ഞങ്ങളാരും ഒരു മനുഷ്യനോട് ഒന്നും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അതിലിപ്പോ ഈ മരിച്ച ആള് ഇവിടെ തിരുവമ്പാടി ഭാഗത്ത് മരിച്ച ആളെ പൗലോസ് ചേട്ടനെ അറിയോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇതിലിപ്പോ ഈ മുഹമ്മദ് അലി റിമാൻഡിലാണ്, കേസിലാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അതിന് എന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും നീങ്ങുന്നുണ്ടോ? നമ്മളൊന്നും നിയമപരമായിട്ട് ഇങ്ങോട്ടും പോകുന്നില്ല. കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം അവൻ ഏറ്റെടുത്ത കേസ് അവൻ എന്തായാലും തീരുമാനിക്കട്ടെ. നമുക്ക് ആ പറയ ഒരു വീടുമുണ്ട്, കുടുംബങ്ങളുണ്ട്. അത് പെമ്പറത്തിലാണ്, സുഖമില്ലാത്ത ആളാണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ പുറകെ നിൽക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റിയത്. നിങ്ങളായിട്ട് മുഹമ്മദ് അലി ബന്ധം ഉണ്ടായിരുന്നോ ഈ കാലങ്ങളിലൊക്കെ? നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, 30 വർഷം മുമ്പ് 2 കൊലപാതകങ്ങൾ നടത്തിയെന്നാണ് ഈ മുഹമ്മദ് അലി വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ സഹോദരൻ എന്താണ് പറയുന്നത്? മാനസിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് എന്നാണോ? സഹോദരൻ അങ്ങനെ ഒരു നിലപാടിൽ തന്നെയാണ്. മുഹമ്മദ് അലി ഈ കുടുംബവുമായി അത്ര ബന്ധത്തിലില്ലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയ സമയത്ത് മുഹമ്മദ് അലി തന്റെ സഹോദരന്റെയും ഫോൺ നമ്പറാണ് പോലീസിൽ നൽകിയത്. അങ്ങനെ പോലീസ് ബന്ധപ്പെട്ട സമയത്താണ് സഹോദരൻ ഇങ്ങനെ ഒരു കുറ്റം ഏറ്റെടുത്ത കാര്യം ഈ പൗലോസ് അറിയുന്നത്. പക്ഷേ പൗലോസ് പറയുന്നത് അങ്ങനെ ഒരു കൊലപാതകം ഒരു തരത്തിലും മുഹമ്മദ് അലി നടത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യക്തിയല്ല മുഹമ്മദ് അലി എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. ഒപ്പം തന്നെ പൗലോസ് പറയുന്ന ഒരു കാര്യം, ചെറുപ്പത്തിൽ ഏതാണ്ട് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായി മുഹമ്മദ് അലി വീട്ടിൽ നിന്നും ഓടിപ്പോയതാണ് എന്നുള്ളതാണ്. പിന്നീട് 10 വർഷം കഴിഞ്ഞാണ് തിരിച്ച് ഈ ഭാഗങ്ങളിലേക്കൊക്കെ എത്തുന്നത്. അങ്ങനെയുള്ള ഒരാൾ 14ാം വയസ്സിൽ കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അത് വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മുഹമ്മദ് അലിയുടെ സഹോദരനായ പൗലോസ് പറയുന്നത്. ഏതായാലും ഇവർ ഈ സംഭവത്തിൽ മറ്റ് നിയമസഹായത്തിനോ നിയമ നടപടികളിലേക്കൊന്നും പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് കൂടെയും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മുഹമ്മദ് അലി അങ്ങനെ ഒരു കുറ്റം ഏറ്റെടുത്തത് എന്ന കാര്യം അറിയില്ല. മുഹമ്മദ് അലി അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ അത് നോക്കട്ടെ, തങ്ങൾ മറ്റ് നിയമ നടപടിക്കൊന്നും ഇല്ല എന്നുള്ള ഒരു നിലപാട് കൂടെ ഈ കുടുംബം സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും മുഹമ്മദ് അലി 2 കൊലപാതകങ്ങൾ നടത്തി എന്നാണ് പറയുന്നത്. അതിൽ കൂടരഞ്ഞിയിലെ കൊലപാതകത്തെക്കുറിച്ച്, അതായത് അവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നു എന്ന കാര്യം മാത്രമേ ഈ കുടുംബത്തിനൊക്കെ അറിയൂ. കോഴിക്കോട് നടന്ന കൊലപാതകത്തെക്കുറിച്ച് ഇവർ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പോലീസ് ഇവരുമായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു വ്യക്തി അവരെ മരിച്ചു കിടന്നിട്ടുണ്ട് എന്നുള്ളത് കൂടരഞ്ഞിയിലെ നാട്ടുകാരും പറയുന്നുണ്ട്. പക്ഷേ ഇത് കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയില്ല. ഒരു പക്ഷേ തോട്ടിലെ വെള്ളത്തിലേക്ക് വീണ അങ്ങനെ മുങ്ങി മരിച്ചതായിരിക്കാം എന്നാണ് ഇവരൊക്കെ വിശ്വസിക്കുന്നത്. ഏതായാലും പോലീസ് ഇതിന്റെ പിന്നിലാണ്. ഇപ്പോഴും ആരാണ് മരിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കാത്തത് പോലീസിന് മുന്നിൽ ഒരു വെല്ലുവിളിയാണ്. കോഴിക്കോടും ഒപ്പം തന്നെ കൂടരഞ്ഞിയിലെയും കൊലപാതകം താൻ നടത്തി എന്നുള്ളതാണ് മുഹമ്മദ് അലി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മരിച്ച 2 പേരെയും തിരിച്ചറിയുക എന്നുള്ള പരിശ്രമകരമായ ജോലിയിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള നടപടികളാണ് പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട്.